ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമാണോ? കുറേ നാളായി ഇപ്പോൾ കുക്കിങ്ങിൻ്റെ വീഡിയോ ഇട്ടിട്ടല്ലേ. ഇന്ന് ഞാനൊരു സ്പെഷ്യൽ വീഡിയോ കൊണ്ട് വന്നിട്ടുണ്ട്. നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. ഞങ്ങൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഫിഷ് നിർമ്മാണയാണ്. അതിൻ്റെ ഇൻഗ്രീഡിയൻസ് നമ്മുടെ ഫിഷ് റെഡിയാണ്. ഇനി മസാല നമ്മൾ ഉണ്ടാക്കാൻ പോവുകയാണ്. വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ്, മുളക് പൊടി ഇട്ടിട്ടുണ്ട്, കുറച്ച് കുരുമുളക് പൊടി, ഗരം മസാല, വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ്, നാരങ്ങ പിഴിഞ്ഞ് വെക്കുകയാണ്. നാരങ്ങ, ഉപ്പ് ആവശ്യത്തിന്, ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് നല്ലൊരു പേസ്റ്റ് പോലെ ആക്കാതെ. ഓരോ മീനും ഇനി മസാല എടുത്ത് വെക്കാം. ഇനി വറുക്കാനുള്ളതല്ലേ. മീനിനെ നമ്മൾ വറക്കാൻ പോവുകയാണ്. നമുക്ക് ഓരോ മീനായിട്ടിടാം, വറുത്തെടുക്കാം. ഈ ഫിഷ് നിർമ്മാണം ഞങ്ങൾ ആദ്യമായിട്ട് ഉണ്ടാക്കി നോക്കുവാണ്. ഒരു പരീക്ഷണമാണ്. നമുക്ക് നോക്കാം ഇതിൻ്റെ എൻഡിൽ നമ്മൾ വിജയിക്കുമോ ഇല്ലയോ. അത് മറിച്ചിട്ടിട്ടുണ്ട്. നമ്മൾ വയ്ക്കാനായിട്ട് കൂടും. എല്ലാം വറുത്തെടുത്തിട്ടുണ്ട്. നമ്മുടെ ഫിഷ് നിർമ്മാണയ്ക്ക് വേണ്ടിയുള്ള ഇതാണ് ഫിഷ് നിർമ്മാണം ഉണ്ടാക്കാനുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഒരു സാധനം. അവസാന ഘട്ടത്തിലേക്ക് നമ്മൾ എത്തിയിരിക്കുകയാണ്. വാഴയില, തേങ്ങാപ്പാൽ പിഴിഞ്ഞത്, മാങ്ങ, പച്ചമാങ്ങ മുറിച്ചത്, പച്ചമുളക്, കറിവേപ്പില. ഇതാണ് ഇതിൻ്റെ ലാസ്റ്റ് പാർട്ട്. തേങ്ങാപ്പാൽ ഒഴിക്കുവാണ്. തേങ്ങാപ്പാലിൽ മുങ്ങി നമ്മുടെ സ്ലൈസ് ആക്കിയ മാങ്ങ ഇതിൻ്റെ മുകളിലേക്ക് ഇടുന്നുണ്ട്. മുളക്, നമ്മുടെ സ്പെഷ്യൽ കറിവേപ്പില ഇടുന്നുണ്ട്. നമുക്കിതിനകത്ത് കുറച്ച് ഇഞ്ചിയും കൂടി ഇടാവേ. നമുക്ക് ആവശ്യം തോന്നുവാണെങ്കിൽ ഇടാവേ. കുറച്ച് കുരുമുളക് പൊടി ആഡ് ചെയ്യുന്നുണ്ട്. എന്ന് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാവേ. ചെറുതായിട്ടൊന്ന് ഇളക്കുക. വേണമെങ്കിൽ ഒന്ന് മറിച്ചിടാം. എല്ലായിടത്തും ഒന്ന് മസാല പുളിയൊക്കെ ഒന്ന് ഇറങ്ങാൻ. നമ്മുടെ ഫിഷ് നിർമ്മാണം റെഡി ആയിട്ടുണ്ട്. ഇത് വക വേണ്ട ഉണക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ
ഉണ്ടാക്കാം എങ്ങനെയാന്ന് ഇച്ചിരി ചോറ് ചാറ് വെറൈറ്റി ടേസ്റ്റ് ഉണ്ട്. അത് മീനും മാങ്ങയും സലാഡും കൂടെ വെച്ച് നല്ല ചാറൊക്കെ വെച്ച് പച്ചമാങ്ങ എല്ലാം കൂടെ കുഴച്ച് കഴിക്കണം. ആ ചാറ് കുഴച്ച് കഴിക്കാൻ നല്ല ടേസ്റ്റ്. നല്ല വാഴയില കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇതുകൊണ്ട് നമ്മുടെ പഴയ ഒരു നൊസ്റ്റാൾജിക് വിഭവം ഉണ്ടാക്കാം. അതെന്തായിരിക്കും? അട, ഇല അട ഉണ്ടാക്കാൻ പോകണം. നമ്മൾ ഗോതമ്പിൻ്റെ ഇല അട ഉണ്ടാക്കാനാണ്. അതിനുള്ള ആട്ടപ്പൊടി, തേങ്ങ, ശർക്കര, കുറച്ച് ജീരകം, ആവശ്യത്തിന് ഉപ്പിടാം. തേങ്ങയ്ക്കകത്തേക്ക് നമ്മൾ പൊടിച്ച് വെച്ച ശർക്കര ഉണ്ട്, അതിടാം. മിക്സ് ചെയ്യാം. കുറച്ച് ജീരകം, ഇതൊക്കെ നമ്മുടെയൊക്കെ ചെറുപ്പത്തില് നമ്മുടെ അമ്മമാരുണ്ടാക്കി തന്നതല്ലേ. ഇപ്പൊ ഞാനിപ്പോ ഓർക്കുന്ന മമ്മി ഉണ്ടാക്കി തരുന്നത്. നല്ല ടേസ്റ്റ് ആയിരിക്കും. ആ ഇലക്കകത്ത് ഉണ്ടാക്കുമ്പോൾ ഒരു ടേസ്റ്റ്, വെരി ടേസ്റ്റി. നമുക്ക് മിക്സ് ചെയ്യാം. വെള്ളം ഒഴിച്ചു നമുക്കത് പരത്താൻ പറ്റുന്ന പോലെ ഒന്ന് നല്ലപോലെ മിക്സ് ചെയ്ത് വെക്കാം. ഓക്കെ, അപ്പം നമ്മുടെ ഇലയെല്ലാം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇല നമുക്കിനി ഓരോന്നും കട്ട് ചെയ്ത് വെക്കാം. ഇനി നമ്മുടെ പരത്തൽ പ്രൊസീജിയറിലായിട്ട് കിടന്നിരിക്കുകയാണ് ഗൈസ്. അട ആയാൽ നോക്കാവേ. അട ആയി വന്നിട്ടുണ്ട്. ചൂട് 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 ചൂട്. നമ്മുടെ അട നല്ല ചൂടോടെ റെഡി ആയിട്ടുണ്ട് ഗായ്സ്. ഇത് നമുക്ക് ഇനി ടേസ്റ്റ് ചെയ്ത് നോക്കണം, എങ്ങനെയുണ്ട് എന്നറിയണ്ടേ. ഇതൊക്കെ അട ടേസ്റ്റ് ചെയ്യാൻ പോവാണേ. നല്ല ചൂടാ, ചൂട് ചൂട് ചൂട്. നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാനത് ആളോട് വന്നിട്ടുണ്ട്. ടേസ്റ്റ് ഒക്കെ ചെയ്ത് നോക്കാനാണ്. നല്ല ചൂടാണ്. നല്ല മധുരമുണ്ടല്ലേ. അടിപൊളി, നല്ല ടേസ്റ്റ് ഉണ്ട്. കുറേ നാളായില്ലേ ഒരു അട കഴിച്ചിട്ടാ. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം. കുറേ അപ്പൂന് ഇഷ്ടമാണ് ശർക്കര. നമുക്ക് നമ്മുടെ ഗാർഡനിലൊന്ന് നോക്കാം. ഇച്ചിരി വെള്ളം ഉപയോഗിക്കണം. നമ്മുടെ കൊച്ചു
ഒരുപാട് ഫ്രൈഡേ ആണല്ലോ നമുക്ക് അവധിയൊക്കെയുള്ളൊരു ദിവസം. അപ്പോൾ ചെടിക്കൊക്കെ ഒന്ന് കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ച് ചെടിയിലേക്ക് ഒന്ന് പരിപാലിച്ചൊന്ന് റിലാക്സ് ആകാൻ, സ്ട്രെസ് റിലാക്സ്. ആയിട്ട് വരുന്നുണ്ട്. ഇത് നാട്ടിൽ നിന്ന് മമ്മി എൻ്റെ അരി കൊടുത്തു വിട്ടാണ്.